ഖുർആനിൽ ഒരായത്ത് കൊണ്ടെങ്കിലും ഞങ്ങൾ നടത്തുന്ന നബിദിനാഘോഷ പരിപാടികൾ തെറ്റാണ് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റിയാൽ 1 കോടി തരാമെന്ന് വരെ പോസ്റ്ററുകൾ ഇറങ്ങാറുണ്ട്. അതോടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പുതിയ ആചാരം നമ്മൾ ഉണ്ടാക്കി, എന്നിട്ട് നമ്മൾ ആളുകളോട് ചോദിക്കുന്നു, ഞങ്ങൾ ഈ നടത്തുന്ന ആഘോഷം, അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് 10 പേര് മാനാഞ്ചിറക്ക് ചുറ്റും ഇങ്ങനെ ഓടുക, ഒരു ദീനിന്റെ ഭാഗം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓടുക, എല്ലാ വർഷവും ഒരു ഡേറ്റിൽ ഇങ്ങനെ ഓടുക. അപ്പൊ കുറച്ചാളുകൾ ചോദിച്ചു, ഇതെന്ത് ദീനിന്റെ ഭാഗമാണ്? അപ്പൊ നമ്മൾ അവരോട് ചോദിക്കുകയാണ്, ഞങ്ങള് ഈ ഒരു ഡേറ്റ് തീരുമാനിച്ച് ആഗസ്റ്റ് 10-ാം തീയതി അല്ലെങ്കിൽ സെപ്റ്റംബർ 2-ാം തീയതി അല്ലെങ്കിൽ ജൂൺ 20-ാം തീയതി ഞങ്ങൾ ഇങ്ങനെ ഓടും, അത് തെറ്റാണെന്ന് ഖുർആനിൽ കാണിച്ചെന്ന 1 കോടി തരാൻ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇതാണ് സാധാരണക്കാരായ ആളുകളുടെ മുമ്പിൽ ഇവര് പയറ്റുന്ന വലിയൊരു ചെപ്പടി വിദ്യ. സാധാരണക്കാരോട് പറയാണ്, നമ്മൾ ഈ നടത്തുന്ന ആഘോഷം എതിർക്കുന്നവരുണ്ടല്ലോ ഇവിടെ, അവരോട് ചോദിക്ക്, ഒരായത്തെങ്കിലും ഇത് ശരിയല്ലെന്ന് പറഞ്ഞ് ഖുർആനിൽ നിന്ന് കാണിച്ചു തന്നാൽ 1 കോടി, 2-ാമത്തെ ആയത്ത് കാണിച്ചു തന്ന 2 കോടി. ഇങ്ങനെ പോസ്റ്റർ ഇറക്കും. ഈ നബിദിനാഘോഷം എന്നൊരു ഏർപ്പാട് അള്ളാഹുവിന്റെ പ്രവാചകൻ ചെയ്തിട്ടില്ല, ഭാര്യമാർ ചെയ്തിട്ടില്ല, സ്വഹാബത്ത് ചെയ്തിട്ടില്ല, 4 ഖലീഫമാർ ചെയ്തിട്ടില്ല. 1-ാമത്തെ നൂറ്റാണ്ടിലില്ല, 2-ാമത്തെ നൂറ്റാണ്ടിലില്ല, 3-ാമത്തെ നൂറ്റാണ്ടിലില്ല. ഇല്ല പ്രിയപ്പെട്ടവരെ, 4 മദ്ഹബിന്റെ ഇമാമുകൾക്ക് പരിചയമില്ല, സ്വഹാബത്തിന് പരിചയമില്ല, താബീങ്ങൾക്ക് പരിചയമില്ല. പോരാ, അവിടുത്തെ സ്വഹാബികൾ മുത്തുനബിയെ എത്രത്തോളം സ്നേഹിച്ചു എന്നിട്ട് അവർക്കാർക്കും പരിചയമില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു അൻഹ, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞിട്ടും 4 പതിറ്റാണ്ടോളം അവിടുന്ന് പിന്നെയും ജീവിച്ചു. എന്നിട്ട് ഒരൊറ്റ റബീഉൽ അവ്വലിൽ ഏതെങ്കിലും ഒരു വർഷം എന്റെ പ്രിയങ്കരനായ ഭർത്താവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞ്, ജന്മദിനമാണെന്ന് പറഞ്ഞ് ഒരു കാരക്കുരുവിന്റെ ചീന്തെങ്കിലും ഒരു കഷ്ടമെങ്കിലും മുറിച്ച് സഹാബത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഘോഷിക്കാമായിരുന്നു. അങ്ങനെ ഒരു സമ്പ്രദായം ഇസ്ലാമിക ചരിത്രത്തിൽ കടന്നു വരുന്നേയില്ല.